ഹലോ ഫ്രണ്ട്സ്, ഉർസൽ സ്പേസ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് നോക്കുന്നത് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. സോ ഇപ്പോൾ മാനേജ്മെൻറ്റ് കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്, ദെൻ മാനേജ്മെൻറ്റ് ലെവൽസ്, ഡിഫറെൻറ്റ് ലെവൽസ്, ദെൻ ക്ലാസിഫിക്കേഷൻ, ഡിഫറെൻറ്റ് മാനേജറിയൽ റോൾസ്, ദെൻ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഓഫ് മാനേജ്മെൻറ്റ്, ഇത്തരം കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻറ്റ്. സോ ഇപ്പോൾ മാനേജ്മെൻറ്റിനെ അപ്പോൾ നമുക്ക് മാനേജ്മെൻറ്റിനെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കാം. ജസ്റ്റ് every organization, business, political, cultural or social has goals to achieve. It is therefore necessary that steps should be taken to ensure that goals are achieved as efficiently as possible. People who are responsible for taking these steps are known as managers and their function taken together may be called management. So ഇപ്പോൾ ഇവിടെ പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷൻ ആവാം, പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആവാം, കൾച്ചറൽ ഓർഗനൈസേഷൻ ആവാം, സോഷ്യൽ ഓർഗനൈസേഷൻ ആവാം. അപ്പോൾ നമ്മൾ ഏതൊരു ഓർഗനൈസേഷൻ എടുത്ത് നോക്കിയാലും എന്തായിരിക്കും അതിന് നമ്മളെന്തിനാ ഓർഗനൈസ് ആവുന്നത്, വി ഹാവ് ടു അച്ചീവ് സം ഗോൾസ്. സോ ഇപ്പോൾ ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസിന് ഡിഫറെൻറ്റ് ഗോൾസ് ഉണ്ടായിരിക്കും. സോ ഇപ്പോൾ ആ ഒരു ഗോൾസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ ഹാവ് ടു ടേക്ക് സം നെസസറി സ്റ്റെപ്സ്. സോ ഇപ്പോൾ വെറുതെ അങ്ങനെ നെസസറി സ്റ്റെപ്സ് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുത്തിട്ട് കാര്യമില്ല. സോ ഇപ്പോൾ അത് എഫിഷ്യൻ്റ്ലി അതുപോലെ തന്നെ ഇഫക്റ്റീവ്ലി എടുക്കണം. സോ ഒക്കെ ഇതൊക്കെ ചെയ്യുന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത്, മാനേജേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ഇപ്പോൾ അവരുടെ ഫങ്ഷൻസ് ആണ് എന്ത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇനി മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനേഷൻ നോക്കാം. So management is defined in many ways and all definition of management have same meaning. Management is defined as the process of reaching organizational goals by working with and through people and other organizational resources. സോ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്കൊരു ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇപ്പോൾ ഡെഫിനേഷൻ പറയുന്നത് ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് റീച്ചിങ് ഓർഗനൈസേഷണൽ ഗോൾസ് ബൈ വർക്കിംഗ് വിത്ത് ആൻഡ് ത്രൂ പീപ്പിൾ ആൻഡ് അതർ ഓർഗനൈസേഷണൽ റിസോഴ്സസ്. സോ ഇപ്പോൾ എന്താണ് ഇറ്റ്സ് എ പ്രോസസ്. അപ്പോൾ നമ്മൾ ആ ഒരു ഗോൾ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വിത്ത് ആൻഡ് ത്രൂ പീപ്പിൾസ്, അല്ലെങ്കിൽ അങ്ങനെ പറയാം, മറ്റുള്ളവരെ കൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യുക അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൊണ്ട് വർക്ക് ചെയ്യുക. ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ പീപ്പിൾ മാത്രമല്ല എന്ത് ചെയ്യാം, റിസോഴ്സസ് ഉണ്ടാവാം, അതുപോലെ തന്നെ മെഷീനറി ഉണ്ടാവും. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനുള്ള റിസോഴ്സ്, അതുപോലെ തന്നെ അതിനകത്തുള്ള പീപ്പിൾസിനെ കൊണ്ട് വർക്ക് ചെയ്യുക, അതേപോലെ തന്നെ പീപ്പിൾസിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്, ടു റീച്ചിങ് ദി ഓർഗനൈസേഷൻ ഗോൾ. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷനിലുള്ള പീപ്പിളിൻ്റെ കൂടെ വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ പീപ്പിളിനെ കൊണ്ട് വർക്ക് ചെയ്യിക്കുക, അതേപോലെ എന്ത് ചെയ്യുക അവിടെയുള്ള റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യുക. ഇതിനാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനേഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇറ്റ് ഈസ് എ പ്രോസസ് ആൻഡ് ഇറ്റ് കോൺസെൻട്രേഷൻ ഓൺ റീച്ചിങ് ദി ഓർഗനൈസേഷൻ ഗോൾസ്, ദെൻ ഇറ്റ് reaches these goals by working with and through people and organizational resources. So in management, in all business and organizational activities is act of getting people together to accomplish designed goals and objectives using available resources efficiently and effectively. സോ ഇപ്പോൾ ഒരു ബിസിനസ്സിനകത്തുള്ള ബിസിനസ്, അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിലുള്ള മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് ആൻ ആക്ടിവിറ്റീസ് ആക്ട് ഓഫ് ഗെറ്റിംഗ് പീപ്പിൾ ടുഗദർ ടു അക്കംപ്ലിഷ് ദ ഡിസൈഡ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്. അപ്പോൾ എന്താണ്, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ എന്തുണ്ടായിരിക്കും, ഒരു ഡിസൈഡ് ഗോൾ ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എന്തായിരിക്കും അവരുടെ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. സോ ഇപ്പോൾ ഇതെന്ത് ചെയ്യുക, ഈ ഒരു ഒബ്ജക്റ്റീവിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് ഗോൾ എന്ത് ചെയ്യണം, ആ ഒരു ഗോൾ അക്കംപ്ലിഷ് ചെയ്യണം. ദെൻ വിത്ത് യൂസിങ് ദി അവൈലബിൾ റിസോഴ്സസ് എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുക. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് നെസസറി for getting work done through the effort of other people. It is necessary to plan, guide, direct, coordinate and control human effort for fulfillment of goals of the enterprise. The goal of enterprise are fulfilled through use of resource like men, machinery, money, material and machines. Okay, സോ ഇപ്പോൾ മറ്റുള്ള ആളുകളുടെ എഫേർട്ടിലൂടെ എന്ത് ചെയ്യണം, ഇപ്പോൾ ഒരു വർക്ക് ഡൺ, നമുക്ക് ആവശ്യമുള്ളൊരു വർക്ക് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പ്ലാൻ, ഗൈഡ് ദം, ഡയറക്റ്റ് ദം, കോർഡിനേറ്റ് ദം, കൺട്രോൾ ദം. സോ ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ മറ്റുള്ള ആളുകളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് മറ്റുള്ളവരെ കൊണ്ട് എന്ത് ചെയ്യുക അക്കംപ്ലിഷ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു പ്ലാൻ, ദെൻ ഗൈഡ് ചെയ്യണം, ഡയറക്റ്റ് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. സോ അപ്പോൾ ഈ ഗോളൊക്കെ നമ്മളെങ്ങനെ ഫുൾഫിൽ ചെയ്യുന്നത്, യൂസിങ് ദ റിസോഴ്സ്. അപ്പോൾ റിസോഴ്സിനകത്ത് എന്തൊക്കെ വരും, മെൻ വരാം, ദെൻ മണി വരാം, ദെൻ മെറ്റീരിയൽസ് ആൻഡ് മെഷീൻസ്. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഒരു എൻ്റർപ്രൈസിൻ്റെ റിസോഴ്സ് ആയിട്ട് വരുന്നത്. സോ ഇനി മാനേജ്മെൻറ്റ് ആസ് സയൻസ് ഓർ ആർട്ട് ഓർ പ്രൊഫഷൻ. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മാനേജ്മെൻറ്റ് സയൻസ് ആണോ, ആർട്ട് ആണോ, അല്ലെങ്കിൽ പ്രൊഫഷൻ ആണോ എന്നുള്ളത്. സോ ഇപ്പോൾ
ഒരുപാട് കോൺട്രവേഴ്സി എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ടാകുന്നുണ്ട് ഈ ഒരു മാനേജ്മെൻറ്റ് ആർട്ടാണോ സയൻസ് ആണോ എന്നുള്ളത്. സോ അപ്പോൾ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നോക്കാം. സോ ആർട്ട് ഈസ് എൻ ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ആൻഡ് സ്കിൽ ടു ട്രൈങ് അബൌട്ട് ഡിസൈർഡ് റിസൾട്ട്സ്. Art is skillful application of knowledge which entirely depend on the inherent capacity of a person which come from within the person is and is learned from practice and experience. സോ ഇപ്പോൾ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് നോളജിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്കുള്ള സ്കിൽസ് എന്ത് ചെയ്യുക, ട്രൈ ഔട്ട് ചെയ്യുക, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ആർട്ട് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്താ ചെയ്യുന്നത്, ദ ഹാവ് സം നോളജ്, അവരെന്ത് ചെയ്യുക അത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സ്കില്ലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കില്ല് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമുക്ക് ആവശ്യമുള്ളത്. നമുക്കൊരു ആർട്ട് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം, അത് സ്ട്രക്ചേർഡ് ഒന്നും ആയിരിക്കില്ല. സോ നമ്മുടെ സ്കില്ല് ഉപയോഗിച്ചിട്ട് വേണം ഒരു ആർട്ട് ഫോം എന്ത് ചെയ്യാൻ, ഒരു ഫോം ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ബിസിനസ് എന്താണ്, ഒരു ആർട്ടാണ്. അതേ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഇറ്റ്സ് എൻ ആർട്ട് ആൻഡ് ഓൾസോ ഇറ്റ്സ് എ സയൻസ് ആൻഡ് ഇറ്റ്സ് ഓൾസോ എ പ്രൊഫഷൻ. ഓക്കെ, സോ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ഒരു ആർട്ടിസ്റ്റ് വർക്ക് ചെയ്യുന്ന അങ്ങനെ ആയിരിക്കും. അയാൾക്ക് പാസ്റ്റ് എക്സ്പീരിയൻസ് അതുപോലെ തന്നെ അയാളുടെ ലേണിങ്സ് അതിൽ നിന്നൊക്കെയുള്ള ഇൻഹറൻറ്റ് കപ്പാസിറ്റി യൂസ് ചെയ്തിട്ടായിരിക്കും ഒരു ആർട്ടിസ്റ്റ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. സോ ഈ ഒരു സെൻസിൽ എടുക്കുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് ഈസ് സെർട്ടൻലി ആൻ ആർട്ട്. എ മാനേജർ യൂസ് ഹിസ് സ്കിൽസ് നോളജ് എക്സ്പീരിയൻസ് ഇൻ സോൾവിങ് വേരിയസ് പ്രോബ്ലം ദാറ്റ് അറൈസ് ഇൻ ദി വർക്കിംഗ് ഓഫ് ഹിസ് എൻ്റർപ്രൈസ്. ഓക്കെ, അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്താ ചെയ്യുന്നത്, ആർട്ടിസ്റ്റിന് എപ്പോഴും സം നോളജ് എന്തായാലും ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ സ്കിൽ ഉണ്ടായിരിക്കണം ഒരു ആർട്ടിസ്റ്റിന്. അതേപോലെ തന്നെ he working according to his own personal or the past experience. ഓക്കെ, പാസ്റ്റ് എക്സ്പീരിയൻസ് യൂസ് ചെയ്തിട്ടാണ് എപ്പോഴും ഒരു ആർട്ടിസ്റ്റ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അയാളുടെ ഒരു ഡിസൈഡ് ആയിട്ടുള്ള റിസൾട്ടിലേക്ക് എത്തിച്ചേരുന്നത് എപ്പോഴും എന്താണ്, അയാളുടെ ഇൻഹറൻ്റ് ആയിട്ടുള്ള സ്കിൽസ് യൂസ് ചെയ്തിട്ടാണ്. അതേപോലെ തന്നെ അയാളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് അതിനെന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇപ്പോൾ ആ ഒരു സെൻസിൽ എടുക്കുകയാണെങ്കിൽ മാനേജർക്ക് എന്ത് വേണം, അയാളുടെ സ്കിൽസ്, ഓക്കെ, സെറ്റ് ഓഫ് സ്കിൽസ് യൂസ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ നോളജ് എന്തായാലും എന്ത് ചെയ്യണം, നോളജ് ഇല്ലാതെ പറ്റില്ല. സോ ഇപ്പോൾ നോളജ് യൂസ് ചെയ്യുക, അതേപോലെ തന്നെ എന്താണ് എക്സ്പീരിയൻസ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഓക്കെ, ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് വരുന്നുണ്ടായിരിക്കും. സോ അപ്പോൾ ഏത് സിറ്റുവേഷനിൽ എന്ത് ഡിസിഷൻ എടുക്കുന്നതെന്ന് അങ്ങനെ ആയിരിക്കും നമ്മുടെ എക്സ്പീരിയൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും. സോ ഇപ്പോൾ ആ ഒരു സെൻസിൽ നോക്കുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് എന്താണ്, ഇറ്റ്സ് എൻ ആർട്ട്. ഇനി സയൻസ് ആണോ നോക്കാം. ഓക്കെ, സയൻസ് മേ ബി ഡിസ്ക്രൈബ്ഡ് ആസ് സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് based on proper findings, exact principles, and is capable of verification. In this sense, management is a science as it has also developed some systemized knowledge. Like other science, management also developed certain principle, laws, generalization, which is universally natural and applicable whenever the effort of the people are to be coordinated. സോ മാനേജ്മെൻറ്റ് എക്സാക്ട്ലി എന്താണ് സയൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്താണ്, നമുക്ക് ഒരു അനലോഗാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, സോ ഇപ്പോൾ സയൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, സിസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി ഓഫ് നോളജ് ആണ്. ദെൻ പ്രോപ്പർ ഫൈൻഡിങ്സ് ഉണ്ടാവും, അതായത് നമുക്ക് എക്സ്പെരിമെൻ്റൽ ഫൈൻഡിങ്സ് ഉണ്ടായിരിക്കും. ദെൻ പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു പ്രിൻസിപ്പിൾസ് ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പെരിമെൻ്റലി എന്ത് ചെയ്യാൻ, വെരിഫൈ ചെയ്യാൻ പറ്റുമല്ല പറ്റില്ല. പക്ഷേ എന്താണ്, ഒരുപാട് ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെരിമെൻ്റലി വെരിഫൈ ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ ലൈക്ക് വൈസ് എന്താണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സിസ്റ്റമൈസ്ഡ് നോളജ് ഉണ്ട്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് നോളജ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ്, ഒരുപാട് പ്രിൻസിപ്പിൾസ്, ലോസ്, ജനറലൈസേഷൻസ്, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ സയൻസ് പോലെ, സയൻസിലുള്ള എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലാണ്. സോ ഇപ്പോൾ മാനേജ്മെൻറ്റിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ്, ലോസ്, ജനറലൈസേഷൻ, ഇതൊക്കെ എന്താണ്, യൂണിവേഴ്സൽ ആണ്. ബട്ട് ഓൾസോ ഇറ്റ് ഈസ് നോട്ട് ദ എക്സാക്ട് സയൻസ്. അപ്പോൾ ഇത് എക്സാക്ട് സയൻസ് അല്ല, അത് ലൈക്ക് ദ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ആസ്ട്രോണമി നമ്മൾ പഠിക്കുന്ന സയൻസ് സബ്ജക്റ്റ് പോലെ എന്താണ് ഒരു സയൻസ് അല്ല എന്നുള്ളതിന് കാരണം എന്താണെന്ന് നോക്കാം. ദ മെയിൻ റീസൺ ഫോർ ദ ഇൻഎക്സാക്ട്നെസ് ഓഫ് ദ സയൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഈസ് ദാറ്റ് ഇറ്റ് ഡീൽസ് വിത്ത് പീപ്പിൾ ആൻഡ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു പ്രെഡിക്റ്റ് ദെയർ ബിഹേവിയർ ആക്യുറേറ്റ്ലി. ഓക്കെ, സോ അപ്പോൾ മറ്റ് സയൻസ് സബ്ജക്റ്റ് പോലെ ഒരു എക്സാക്ട്നെസ്സിനെ, അല്ലെങ്കിൽ ഇത് എക്സാക്ട് സയൻസ് ഓഫ് മാനേജ്മെൻറ്റ് അല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, ഇപ്പോൾ ഈ ഒരു മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നത്, ഡീൽസ് വിത്ത് പീപ്പിൾ ആൻഡ് ഇറ്റ് ഈസ് വെരി ഓക്കെ, പീപ്പിളുടെ, അതായത് ഹ്യൂമൻ ബിഹേവിയർ ഓറിയൻറ്റഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്, അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇപ്പോൾ ഹ്യൂമൻ ബിഹേവിയർ എന്താണ്, ഇറ്റ്സ് അൺപ്രഡിക്റ്റബിൾ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് എക്സാക്ട് സയൻസ് ആണെന്ന് പറയാൻ നമുക്ക് പറ്റാത്തത്. Above the mentioned points clearly reveal management combined feature of both science as well as art, since science provide knowledge and art deal with the application of knowledge and skills. സോ ഇപ്പോൾ എന്താണ് സയൻറ്റിഫിക് ആയിട്ട്, അതായത് നമുക്ക് നോളജ് എന്ന് പറയുമ്പോഴാണ് സയൻറ്റിഫിക് ആയിരിക്കണം. ഓക്കെ, നമ്മുടെ ഫൈൻഡിങ്സ്, ലോസ്, ജനറലൈസ്, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു മോഡൽ തന്നെ വേണം. സോ ഇപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം, ഇറ്റ്സ് ലൈക്ക് എൻ ആർട്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു എത്ര നോളജ് ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മുടെ സ്കിൽസ് യൂസ് ചെയ്തു, അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു ആർട്ട് ഫോം പോലെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ, നമ്മുടെ നോളജും സ്കിൽസൊക്കെ ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഇനി മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ എങ്ങനെ നോക്കാം. വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഓർ സ്പെഷ്യലൈസ്ഡ് നോളജ്. മാനേജ്മെൻറ്റ് ഹാസ് വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ആസ് ഇൻ പ്രൊഫഷൻ.
അപ്പോൾ മാനേജ്മെൻറ്റിന് എങ്ങനെയാണ് ഒരു വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട് എസ് ലൈക്ക് എ പ്രൊഫഷൻ. ഓക്കെ, അടുത്തത് ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓർ റെസ്ട്രിക്റ്റഡ് എൻട്രി. സോ മാനേജ്മെൻറ്റ് ഹാസ് റെസ്ട്രിക്റ്റഡ് എൻട്രി ത്രൂ എൻ എക്സാമിനേഷൻ ഓർ ഡിഗ്രി ആസ് ഇൻ പ്രൊഫഷൻ. അപ്പോൾ എന്താണ് ഒരു പ്രൊഫഷനിലേക്ക് ഉള്ള ഒരു എൻട്രി പോലെ മാനേജ്മെൻറ്റിന് എന്തുണ്ട് റെസ്ട്രിക്റ്റ്, അതായത് ആർക്ക് വേണമെങ്കിലും കയറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു മാനേജർ ആവാൻ പറ്റില്ല. ഓക്കെ, മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് മാനേജീരിയൽ ഫംഗ്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ പ്രസൻസ് ഓഫ് പ്രൊഫഷണൽ അസോസിയേഷൻ ഓർ റെപ്രസെൻറ്റേറ്റീവ് അസോസിയേഷൻ. ഓക്കെ, ഓൾ പ്രൊഫഷൻ ഹാസ് സം അസോസിയേഷൻ അഫിലിയേറ്റഡ് ടു ഇറ്റ് ആൻഡ് ഈവൻ മാനേജ്മെൻറ്റ് ഹാസ് ആൻ അസോസിയേഷൻ അഫിലിയേറ്റഡ് ടു ഇറ്റ്. അപ്പോൾ എന്താണ് മാനേജ്മെൻറ്റിന് എന്തുണ്ട്, ഇത് മറ്റേത് പ്രൊഫഷൻ പോലെ എന്തുണ്ട് ഒരു അഫിലിയേറ്റഡ് ആയിട്ടുള്ള അസോസിയേഷൻ ഉണ്ട്. ഓക്കെ, ദെൻ എക്സിസ്റ്റൻസ് ഓഫ് ദ എത്തിക്കൽ കോഡ് ഓർ കോഡ് ഓഫ് കണ്ടക്ട് ഫോർ എവറി പ്രൊഫഷൻ ദർ ആർ സം സെറ്റ് ഓഫ് എത്തിക്കൽ കോഡ്സ് ഫിക്സഡ് ബൈ ദി പ്രൊഫഷൻ അസോസിയേഷൻ. മാനേജ്മെൻറ്റ് ഓൾസോ ഹാസ് സം എത്തിക്കൽ കോഡ്സ് ഫിക്സഡ് ബൈ ദി കൺസേൺഡ് പ്രൊഫഷണൽ അസോസിയേഷൻ. സോ ഇപ്പോൾ എന്താണ് പ്രൊഫഷണൽ അസോസിയേഷൻ ഉള്ളത് മാത്രമല്ല അവർക്ക് എന്താണ് കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്, അതായത് ഫിക്സഡ് ആയിട്ടുള്ള കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. അതായത് മറ്റേത് പ്രൊഫഷൻ പോലെ എന്തുണ്ട് മാനേജ്മെൻറ്റിനും കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. ദെൻ സോഷ്യൽ ഒബ്ലിഗേഷൻ ഓർ സർവീസ് മോട്ടീവ്. Management has some service motive as in profession. A manager is responsible not only to his owners but also the society, and therefore he is expected to provide quality goods and reasonable prices to the society. സോ ഇപ്പോൾ മാനേജർക്ക് എന്താണ് മറ്റ് പ്രൊഫഷൻ പോലെ എന്താണ് റെസ്പോൺസിബിൾ, അതായത് ഷുഡ് ആക്ട് റെസ്പോൺസിബിൾ ടു ദി സൊസൈറ്റി. സോ ഇപ്പോൾ മാനേജർ എന്താണ് ആൾക്കൊരു സർവീസ് മോട്ടീവ് ഉണ്ടാവും, അതേപോലെ തന്നെ ഹി ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ഓൺലി ടു ഹിസ് ഓണർ ബട്ട് ഓൾസോ against the society, and therefore expected to provide then quality of goods then reasonable price to the society. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുകൊണ്ടൊക്കെ നമുക്ക് പറയാം മാനേജ്മെൻറ്റ് എന്താണ് ഒരു പ്രൊഫഷൻ കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇതിന് വെൽ ഡിഫൈൻഡ് ഓഫ് ബോഡി ഓഫ് നോളജ് ഉണ്ട്, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് നോളജ് ആവശ്യമാണ്. ഒരു മാനേജർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സ്പെഷ്യലൈസ്ഡ് നോളജ് ആവശ്യമാണ്. അതായത് ഇപ്പോൾ നമുക്കൊരു പ്രൊഫഷണൽ, അതായത് ഒരു എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആൾക്ക് ഒരു സ്പെഷ്യലൈസ്ഡ് സെറ്റ് ഓഫ് നോളജ് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എന്താണ് ഒരു മാനേജർ ആണെന്നുണ്ടെങ്കിൽ ഹി ഷുഡ് നീഡ് സം സ്പെസിഫൈഡ് നോളജ് ഓർ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ആൻഡ് ഫോർമൽ എഡ്യൂക്കേഷൻ ഓർ ട്രെയിനിങ് ഓർ റെസ്ട്രിക്റ്റഡ് എൻട്രി. സോ ഇപ്പോൾ ഒരു മാനേജർ ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു പ്രൊഫഷനിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത് പോലെ തന്നെ എന്താണ് ഹാവ് ടു ക്വാളിഫൈ സം ഡിഗ്രി, ദെൻ ടു ക്വാളിഫൈ ഓർ ക്ലിയർ സം എക്സാമിനേഷൻസ്, ദെൻ പ്രസൻസ് ഓഫ് ദ പ്രൊഫഷണൽ അസോസിയേഷൻ. ദെൻ സോ ഇപ്പോൾ വർക്ക് എന്തുണ്ട് മാനേജ്മെൻറ്റിന് എന്തുണ്ട് മറ്റ് പ്രൊഫഷൻ പോലെ അസോസിയേഷൻസ് ഉണ്ട്. സോ അസോസിയേഷൻ ഉണ്ടെന്ന് മാത്രമല്ല ദ ഹാവ് എക്സിസ്റ്റൻസ് ഓഫ് എത്തിക്കൽ കോഡ് ഓർ കോഡ് ഓഫ് കണ്ടക്ട്. സോ ഇപ്പോൾ ഈ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. അതേപോലെ തന്നെ ദ മാനേജർ ഈസ് നോട്ട് അഗെയിൻസ്റ്റ് റെസ്പോൺസിബിൾ നോട്ട് ഓൺലി ടു ഹിസ് ഓണർ ബട്ട് ഓൾസോ അഗെയിൻസ്റ്റ് ദി സൊസൈറ്റി. ഓക്കെ, സോ ദ മാനേജർ ആക്ട് റെസ്പോൺസിബിൾ ടുവേർഡ്സ് ദി സൊസൈറ്റി like any other professional. Then a manager to be successful in his profession must acquire knowledge of science and art of applying. Therefore, management is a blend of science as well as business art because it proves the principle and way of these principles and is a matter of art. Science teaches to know and art teaches to do. Okay, for science എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് teachers to know and art teachers to do. So management എന്ന് പറഞ്ഞാൽ എന്താണ് it's a blend of both science and art, and also it is a profession. Okay, സോ ഇപ്പോൾ ഒരു മാനേജർ അയാളുടെ പ്രൊഫഷണൽ സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഹി ഷുഡ് എന്ത് ചെയ്യണം, നോളജ് അക്വയർ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് അത് ഒരു സയൻറ്റിഫിക് പ്രൊസീജിയറിലൂടെ വേണം എന്ത് ചെയ്യാൻ, നോളജ് അക്വയർ ചെയ്യുക. അതുപോലെ തന്നെ സോ ഇപ്പോൾ ആർട്ട് ഓഫ് അപ്ലൈയിങ് ഇറ്റ് ഇപ്പോൾ എന്ത് ചെയ്യണത് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണോ ഒരു ആർട്ടിസ്റ്റിൻ്റെ പോലെ അയാളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, സ്കിൽസ്, അതേപോലെ തന്നെ നോളജ്, ഇത് മൂന്നും യൂസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദ മാനേജ്മെൻറ്റ് ഈസ് എ ബ്ലെൻഡ് ഓഫ് സയൻസ് ആസ് വെൽ ആസ് ആർട്ട്. According to American Society of Mechanical Engineers, that is ASME, management is the art and science of preparing, organizing and directing human efforts to control the forces and utilize a material of nature for the benefit of men. According to Harold Kuntz, management is an art of getting things done through and with the people in formally organized groups. So ഇപ്പോൾ ASMEയുടെ ഒരു ഡെഫിനേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഇറ്റ്സ് എൻ ആർട്ട്. മാനേജ്മെൻറ്റ് എന്താണ്, ഇറ്റ്സ് എൻ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് പ്രിപ്പയറിംഗ്. സോ ഇപ്പോൾ പ്രിപ്പയറിംഗ്, ഓർഗനൈസിംഗ് ആൻഡ് ഡയറക്റ്റിംഗ് ഹ്യൂമൻ എഫേർട്ട് ടു കൺട്രോൾ ദ ഫോഴ്സസ് ആൻഡ് യൂട്ടിലൈസ് മെറ്റീരിയൽ ഓഫ് ദ നേച്ചർ ഫോർ ബെനിഫിറ്റ് ഓഫ്. അപ്പോൾ ഹ്യൂമൻ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നേച്ചറിലുള്ള ഫോഴ്സ് കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ മെറ്റീരിയൽ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, ഇതാണെന്ത്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ, അതുപോലെ ഓർഗനൈസിംഗ് ആൻഡ് ഹ്യൂമൻ എഫേർട്സിനെ ഡയറക്റ്റ് ചെയ്യുക, ഇതാണെന്ത് മാനേജ്മെൻറ്റ്. So management is arts of science, art and science of preparing, organizing and directing human effort to control the force and utilize the materials in nature and for the benefit of men. Then Harold Kuntz, he is an author of the Principles of Management with Cyril
ആൻഡ് സിറിൽ ജെ ആൻഡ് ഓഡോണൽ. സോ ഇപ്പോൾ ഈ ഒരു ബുക്ക് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ള ബുക്കിനകത്തുള്ള ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ആൻഡ് വിത്ത് ദ പീപ്പിൾ ഇൻ ഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്. സോ അപ്പോൾ എന്താണ് ഫോർമലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ അപ്പോൾ എന്താണ് മറ്റുള്ളവരെ കൊണ്ടും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ഒപ്പം എന്ത് ചെയ്യുക, ഗെറ്റിംഗ് തിങ്സ് ഡൺ. സോ ഇപ്പോൾ അതെന്താണ്, ഇതൊരു ആർട്ടാണെന്നാണ് ഈ ഒരു ഹാരോൾഡ് കുൺസിൻ്റെ ഡെഫിനേഷൻ. ഓക്കെ, അപ്പോൾ അടുത്തത് മാനേജ്മെൻറ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? So management is essential for successful functioning of every organization. It is all the more important in business enterprise. No business run itself even on momentum. Every business needs repeated stimulus which can only be provided by management. The importance of the management has been highlighted clearly in the following points. So ഇപ്പോൾ നമുക്ക് എന്താണ് ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കതൊരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യില്ല, നമ്മൾ ജസ്റ്റ് ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യില്ല. സോ ഇപ്പോൾ കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യണം, ബിസിനസ് നീഡ്സ് റിപ്പീറ്റഡ് സ്റ്റിമുലസ്. ഓക്കെ, അപ്പോൾ ഇത് മാനേജ്മെൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റിപ്പീറ്റഡ് സ്റ്റിമുലസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അത് എന്ത് ചെയ്യില്ല, ഇറ്റ് വുഡ് നോട്ട് റൺ ഇറ്റ് സെൽഫ് ഈവൺ ഓൺ എ മൊമെൻറ്റം. ഓക്കെ, സോ ഇപ്പോൾ അതിനകത്ത് ഒരു 5-6 പോയിന്റ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഇറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്. സോ ഇപ്പോൾ എന്താണ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പ് ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഓക്കെ, ദെൻ റിസോഴ്സസിൻ്റെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ, ദെൻ മിനിമൈസ് ദി കോസ്റ്റ്, സർവൈവൽ ആൻഡ് ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ഓഫ് ദി നേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് മാനേജ്മെൻറ്റിൻ്റെ സിഗ്നിഫിക്കൻസ് വരുന്നത്. ഇനി ഓരോ പോയിന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. So, it helps in achieving group goals. A human group consists of several persons, each specializing in doing a part of the total task. Each person may be working efficiently, but a group as a whole cannot realize its objective unless there is a mutual cooperation and coordination among the members of the group. Management creates teamwork and coordination in the group. Management convert disorganized resources of men, machine, money into useful enterprise. Okay, so ഇപ്പോൾ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുക, മെൻ, മെഷീൻ, മണി ഇതൊക്കെ എന്തായിരിക്കും, ഡിസോർഗനൈസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതിനൊക്കെ എന്ത് ചെയ്യണം, ഈ റിസോഴ്സസിനെ ഓർഗനൈസ് ചെയ്യാൻ ഒരു എൻ്റർപ്രൈസിൻ്റെ യൂസ്ഫുൾ ഔട്ട്പുട്ടാക്കി മാറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു മാനേജ്മെൻറ്റ് ആവശ്യമാണ്. സോ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളുണ്ടായിരിക്കും, ഡിഫറെൻറ്റ് സ്കിൽസ് ഉള്ള ആളുകളുണ്ടായിരിക്കും. സോ ഇപ്പോൾ അവരവരുടെ സ്കിൽസ് എന്ത് ചെയ്യുക, എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷേ എന്താണ്, ഒരു കോർഡിനേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യുന്നത് എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. സോ അപ്പോൾ അതിനെന്ത് ചെയ്യാം, മാനേജ്മെൻറ്റ് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഗ്രൂപ്പ് ഗോൾസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു മാനേജ്മെൻറ്റ് ഒരു കോർഡിനേഷൻ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ, കോപ്പറേഷൻ, ഒരു കൺട്രോളൊക്കെ ആവശ്യമുണ്ട്. ഓക്കെ, optimum utilization of resources. Managers forecast and need for material, machinery, money and manpower. They ensure the organization has adequate resource and does not have idle resource. Manager make sure that workers know their job well and use most efficient method of work. They provide training and guidance to employees so that they can make the best use of available resources. So അപ്പോൾ എന്താണ്, ഒരു ഓർഗനൈസേഷനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഓർഗനൈസേഷൻ നമ്മൾ മാനേജ്മെൻറ്റ് എന്തായിരുന്നു, വർക്ക് വിത്ത് ആൻഡ് ത്രൂ ദ പീപ്പിൾ ആൻഡ് ഓൾസോ ബൈ യൂട്ടിലൈസിങ് ദി റിസോഴ്സസ്, അവൈലബിൾ റിസോഴ്സസ്. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് ഒരു റിസോഴ്സസിൻ്റെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ വി നീഡ് എ മാനേജ്മെൻറ്റ്. ഓക്കെ, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തിനാണ്, ഒരു ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ദ റിസോഴ്സസിന് വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു മാനേജ്മെൻറ്റിൻ്റെ ആവശ്യകത ഉള്ളത്. ഓക്കെ, സോ ഇപ്പം മാനേജേഴ്സ് എന്ത് ചെയ്യും, അവരുടെ മെറ്റീരിയൽസ് നീഡ്സ്, അതേപോലെ തന്നെ മെറ്റീരിയൽ നീഡ്സ്, മെഷീനറി നീഡ്സ്, മാൻ പവർ എല്ലാം എന്ത് ചെയ്യും, മണി ഒക്കെ എന്ത് ചെയ്യാം, ഫോർകാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ഇപ്പോൾ മാനേജേഴ്സ് എൻഷുർ ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻ അഡിക്വേറ്റ് ആയിട്ടുള്ള റിസോഴ്സ്, അതേപോലെ തന്നെ അവരുടെ റിസോഴ്സ് എന്താണ് ഐഡിയൽ അല്ലാന്ന് എന്ത് ചെയ്യാം, മാനേജേഴ്സിന് എന്ത് ചെയ്യാം, എൻഷുർ ചെയ്യാം. ദെൻ മാനേജർ മേക്ക് ഷുവർ ദ വർക്കർ നോ ദെയർ ജോബ്. സോ ഇപ്പോൾ ഒരു റിസോഴ്സിൻ്റെ കാര്യമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാൻ ചെയ്ത് വെക്കാൻ പറ്റും, അതിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ ഒരു വർക്കറുടെ കേസ് അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഷുഡ് എൻഷുർ ഹി നോസ് ദ വർക്ക്. ഓക്കെ, ദെൻ ഹി വർക്ക്സ് എഫിഷ്യൻ്റ്ലി ആൻഡ് ഇഫ് നീഡഡ് ഗിവ് ദം പ്രോപ്പർ ട്രെയിനിങ് ഓർ അപ്സ്കിൽ ദം. ഓക്കെ, സോ ഇപ്പോൾ എംപ്ലോയീസിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മെഷീൻ്റെ പോലെ പറ്റില്ല, എന്ത് ചെയ്യണം, നീഡ് ടു ഗൈഡ് ദം ആൻഡ് കൺട്രോൾ ദം. അപ്പോൾ റിസോഴ്സിനകത്ത് എന്തുണ്ട്, മാനും ഉൾപ്പെടുന്നുണ്ട്. സോ ഇപ്പോൾ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു മാനേജറുടെ ആവശ്യമുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റിൻ്റെ പ്രോപ്പർ ഫംഗ്ഷനിങ് ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ബിക്കോസ് ഈ ഹ്യൂമൻസിന് എന്ത് വേണം, പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണം, അതേപോലെ തന്നെ ഗൈഡ് ചെയ്യണം.
then അടുത്തത് minimize the cost to get maximum result through minimum input by proper planning and getting maximum output. Management use physical, human and financial resource in such a manner which result in best combination. This helps in cost reduction. So അപ്പോൾ എന്താണ് നമുക്ക് നമ്മുടെ ഒരു ഓർഗനൈസേഷനിലെ ഔട്ട്പുട്ട് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡിഫറെൻറ്റ് പ്ലാൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ് പ്ലാൻസ് നമുക്ക് ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ടു ഒപ്റ്റിമൈസ്, അതായത് നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് എന്തായിരിക്കും എപ്പോഴും കോസ്റ്റ് മിനിമൈസേഷൻ അതുപോലെ തന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് നമ്മുടെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. സോ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് മാനേജ്മെൻറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഇപ്പോൾ ഇൻപുട്ടായിട്ടുള്ള എന്താണ് റിസോഴ്സസിൻ്റെ പ്രോപ്പർ പ്ലാനിങ് എന്തിനു വേണ്ടിയിട്ട് മാക്സിമം ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി, അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ കോസ്റ്റ് മിനിമൈസ് ചെയ്ത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇപ്പോൾ മാനേജ്മെൻറ്റ് എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഫിസിക്കൽ അതുപോലെ തന്നെ ഹ്യൂമൻ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സ്. അപ്പോൾ ഫിസിക്കൽ റിസോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് റോ മെറ്റീരിയൽ അങ്ങനത്തെ കാര്യങ്ങളാവും. ദെൻ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ വർക്കേഴ്സ്, ദെൻ മാൻ പവർ എന്ന് പറയുന്നത്, ദെൻ ഫിനാൻഷ്യൽ റിസോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് മണി, അതേപോലെ തന്നെ മെഷീനറി, ഇതൊക്കെ പറയാം. അപ്പോൾ ഇതിൽ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി. ദെൻ സർവൈവൽ ആൻഡ് ഗ്രോത്ത്. സോ ഇപ്പോൾ എവറി ബിസിനസ് ഓപ്പറേറ്റ്സ് ഇൻ എ റാപ്പിഡ്ലി ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്. An enterprise has to adapt itself to changing demand of the market. അപ്പോൾ നമ്മുടെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തെന്ന് വിചാരിക്കും. ഇപ്പോൾ ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ എങ്ങനെയായിരിക്കും, റാപ്പിഡ്ലി ചേഞ്ചിങ്, അതായത് ഒരു എന്താണ് ചേഞ്ച് വാരിയിങ് എൻവയോൺമെൻറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത് എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇഫ് വി വാണ്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് അഡാപ്റ്റ് വിത്ത് ദി എൻവയോൺമെൻറ്റ് or the demand of the market. Okay, so management keep in touch with existing business environment and predict the trend in future. So ഇപ്പോൾ എന്താണ് മാനേജ്മെൻ്റ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ബിസിനസ് എൻവയോൺമെൻറ്റുമായിട്ട് എപ്പോഴും എന്തുണ്ടായിരിക്കുക, ഇപ്പോൾ ബിസിനസ്സിലുള്ള ട്രെൻഡ്സിനനുസരിച്ച് എന്ത് ചെയ്യാം ഫ്യൂച്ചർ പ്രൊഡിക്റ്റ് ചെയ്യുക. സോ ഇപ്പോൾ എന്താണ് അതിന് അക്കോർഡിംഗ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. ടേക്സ് ദ സ്റ്റെപ്പ് ഇൻ അഡ്വാൻസ് ടു മീറ്റ് ദ ചലഞ്ച് ഓഫ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്. ഇൻ ദിസ് വേ മാനേജർ ഫെസിലിറ്റേറ്റ് കണ്ടിന്യൂറ്റി ആൻഡ് പ്രോസ്പെറിറ്റി ഓഫ് ദി ബിസിനസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ചേഞ്ചിങ് വാരിയിങ് എൻവയോൺമെൻറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത് എല്ലാ ബിസിനസ് ഉണ്ടാവും. സോ അപ്പോൾ എന്താണ് മാർക്കറ്റ്, അതായത് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് നീഡ്സിനനുസരിച്ച് എന്ത് ചെയ്യണം ബിസിനസ് അഡാപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ എന്ത് ചെയ്യണം വർക്ക് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ഒക്കെ എന്ത് ചെയ്യണം അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇപ്പോൾ മാനേജ്മെൻ്റ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മാർക്കറ്റിൻ്റെ ട്രെൻഡ്സൊക്കെ മനസ്സിലാക്കി എന്ത് ചെയ്യുക ഫ്യൂച്ചർ പ്രൊഡിക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ എന്ത് ചെയ്യാം ചലഞ്ചസ് മീറ്റ് ചെയ്യാൻ വേണ്ടുന്ന സ്റ്റെപ്സ് എടുക്കുന്നൊക്കെ അറിയണം മാനേജ്മെൻറ്റാണ്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ നീഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ടു സർവൈവ് ഇൻ ദി വേരിയിങ് എൻവയോൺമെൻറ്റ് ഓർ സർവൈവൽ ആൻഡ് ഗ്രോത്ത്. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക മാനേജ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ദെൻ അടുത്തത് ഡെവലപ്മെൻറ്റ് ഓഫ് നേഷൻ. എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ലീഡ്സ് ടു ബെറ്റർ ഇക്കണോമിക്കൽ പ്രൊഡക്ഷൻ വിച്ച് ഹെൽപ്സ് ഇൻ ടേൺ ടു ഇൻക്രീസ് ദി വെൽഫെയർ ഓഫ് പീപ്പിൾ. ഗുഡ് മാനേജ്മെൻറ്റ് മേക്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക് ഈസിയർ ബൈ അവോയ്ഡിംഗ് wastage of scarce resource. It improves standard of living. It increases the profit which is beneficial to business and society. Will get maximum output and minimum cost by creating employment and opportunity. So if management national development അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് നാഷണൽ ഡെവലപ്മെൻറ്റിലുള്ള സിഗ്നിഫിക്കൻസ് എന്താ നോക്കാം. അപ്പോൾ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻ്റ് ആണ് എന്ത് ചെയ്യുന്നത് ഒരു ബെറ്റർ എക്കണോമിക്കൽ പ്രൊഡക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഒരു മോർ എക്കണോമിക്കൽ പ്രൊഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിലായിരിക്കും എന്ത് പീപ്പിളിന് വെൽഫെയർ ഉണ്ടാവുക. ദെൻ ഗുഡ് മാനേജ്മെൻറ്റ് മേക്ക് ഡിഫിക്കൽട്ട് ടാസ്ക് ഈസിയർ ബൈ അവോയ്ഡിങ് വേസ്റ്റ് ഓഫ് സ്കെയർ റിസോഴ്സ്. എന്താണ് നല്ല മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും ഡിഫിക്കൽട്ട് ടാസ്ക് ഒക്കെ ഈസിയർ ആക്കി മാറ്റും. അങ്ങനെ വേസ്റ്റ്, അതേപോലെ തന്നെ പ്രൊഡക്ഷൻ സെക്ടറിൽ വരുന്ന എന്താണ് അധികം വേസ്റ്റാണ് എന്ത് ചെയ്യുന്നത് റിസോഴ്സ് ഡിപ്ലീഷനൊക്കെ കാരണമാവുന്നു. സോ അപ്പോൾ എന്താ അതൊക്കെ മിനിമൈസ് ചെയ്ത് കൊടുക്കും. സോ അപ്പോൾ റിസോഴ്സ് എന്ത് ചെയ്യുക സ്കെയർ ആവാതെ നോക്കുക. ദെൻ ഇറ്റ് ഇംപ്രൂവ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. സോ അപ്പോൾ എന്താണ് ഒരു നല്ലൊരു മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും ലിവിങ് സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യും. ഇറ്റ് ഇൻക്രീസ് ദി പ്രോഫിറ്റ് വിച്ച് ഈസ് ബെനിഫിഷ്യൽ ടു ബിസിനസ് ആൻഡ് സൊസൈറ്റി വിൽ ഗെറ്റ് മാക്സിമം ഔട്ട്പുട്ട് അറ്റ് മിനിമം കോസ്റ്റ് ബൈ ക്രിയേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ല എന്താണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്താണ് ഇത് ബിസിനസ് അതുപോലെ തന്നെ സൊസൈറ്റിക്കൊക്കെ എന്താണ് ബെനിഫിഷ്യൽ വിൽ ഗെറ്റ് ടു ദ മാക്സിമം ഔട്ട്പുട്ട് അറ്റ് മിനിമം കോസ്റ്റ് ബൈ ക്രിയേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ നാഷണൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് അടുത്ത് നമ്മൾ നോക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. സോ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫീച്ചേഴ്സ് ഓഫ് ദ മാനേജ്മെൻറ്റ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ എന്താണ് മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് 10 ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. മാനേജ്മെൻറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ, മാനേജ്മെൻറ്റ് ഈസ് ഗോൾ ഓറിയൻറ്റഡ്, മാനേജ്മെൻറ്റ് ഈസ് യൂണിവേഴ്സൽ, മാനേജ്മെൻറ്റ് ഈസ് നീഡഡ് അറ്റ് ഓൾ ലെവൽസ്, മാനേജ്മെൻറ്റ് ഈസ് ആൻ ഓൺഗോയിങ് പ്രോസസ്, മാനേജ്മെൻറ്റ് ഈസ് ഡൈനാമിക്, സോ മാനേജ്മെൻറ്റ് ഈസ് ഗ്രൂപ്പ് ആക്ടിവിറ്റി, മാനേജ്മെൻറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അതോറിറ്റി, മാനേജ്മെൻറ്റ് ഈസ് മൾട്ടി ഡിസിപ്ലിനറി, മാനേജ്മെൻറ്റ് ഈസ് എ കോമ്പോസിറ്റ് പ്രോസസ്. അപ്പോൾ എന്താണ് 10 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി പറയാം. മാനേജ്മെൻറ്റ് എന്താണ് ഇറ്റ്സ് ഇൻടാഞ്ചിബിൾ, ഓക്കെ, ഇറ്റ്സ് ഗോൾ ഓറിയൻറ്റഡ്, ദെൻ ഇറ്റ് നീഡ് അറ്റ് ഓൾ ലെവൽസ്, ദെൻ ഇറ്റ്സ് ഓൺ ഓൺഗോയിങ് പ്രോസസ്, ദെൻ
It's a dynamic and it's a group activity, and management is a system of authority. Management is multidisciplinary. Management is a composite process. നമുക്ക് ഓരോന്നും എന്താ നോക്കാം. സോ മാനേജ്മെൻറ്റ് എന്താണ്? ഇറ്റ്സ് ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നുണ്ട്. മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ cannot be physically seen, but its presence can be felt. It is unseen force. However, its presence can be felt by result of its effort in form of production, sales and profit. അപ്പോൾ എന്താണ്? ഇറ്റ്സ് ഇൻടാഞ്ചിബിൾ, അതായത് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്തൊരു സാധനമാണ് ഇത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ബട്ട് വി ക്യാൻ ഫെൽറ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിസിക്കലി എന്തിനാ സീൻ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ടച്ച് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഫെൽറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. സോ ഓക്കെ, ഫെൽറ്റ് ബൈ ദ റിസൾട്ട്സ് ഓഫ് ഇറ്റ്സ് എഫേർട്ട് ഇൻ ദ ഫോം ഓഫ് പ്രൊഡക്ഷൻ ആവാം, സെയിൽസ് ആവാം, ദെൻ പ്രോഫിറ്റ്. ഈ ഒരു ഇതിലത്തെ റിസൾട്ടിലൂടെ ആണ് എന്ത് ചെയ്യുക? നമുക്കൊരു മാനേജ്മെൻറ്റ് എഫേർട്ട് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്? മാനേജ്മെൻറ്റ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ, അതായത് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്തൊരു സാധനമാണ് എന്ത്? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. വി ക്യാൻ ഫെൽറ്റ് ഇറ്റ് ബൈ ഇറ്റ്സ് എഫേർട്ട് ഇൻ ദി ഓർ റിസൾട്ട്സ് ഇൻ പ്രൊഡക്ഷൻ, സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. ഓക്കെ, then management is goal oriented. So management seeks to achieve goal. These goals may be economic or non-economic. In a business organization, the primary goal is to produce and distribute goods with a view to earn profit. Okay, സോ മാനേജ്മെൻറ്റ് എന്തിനാണ് നമ്മൾ പറഞ്ഞു? ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതാണ് പറയുന്നത് മാനേജ്മെൻറ്റ് ആണ്. ഇറ്റ്സ് എ ഗോൾ ഓറിയൻറ്റഡ്. അപ്പോൾ മാനേജ്മെൻറ്റ് എപ്പോഴും എന്ത് ചെയ്യുന്നു? ഇറ്റ് സീക്സ് ടു അച്ചീവ് ഗോൾസ്. ദെൻ ദീസ് ഗോൾസ് മേ ബി എക്കണോമിക്, അതായത് ഗോൾസ് എങ്ങനെയായിരിക്കും? എക്കണോമിക് ഗോൾസ് ആയിരിക്കും, അല്ലെങ്കിൽ നോൺ എക്കണോമിക് ഗോൾസ് ആയിരിക്കും. ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? പ്രൊഡ്യൂസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഗുഡ്സ് വിത്ത് എ വ്യൂ ടു ഏൺ പ്രോഫിറ്റ്. ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യുക? പ്രൊഡക്ഷൻ നടത്തുക, അതേപോലെ തന്നെ ഗുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതിന് എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ഏൺ ചെയ്യുക. ഇതാണ് എന്തൊരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഗോൾ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞിട്ടുള്ളതാണ്. ദെൻ ഇപ്പോൾ ഒരു സർവീസ് സെക്ടറിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അവർക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ എന്താണ്? അവിടെ പ്രൊഡക്ഷൻ ആയിരിക്കില്ല നടക്കുന്നത്, അവിടെ സർവീസ് ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് സർവീസ് ആയിരിക്കാം അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റ് എന്താണ്? ഇറ്റ്സ് ഗോൾ ഓറിയൻറ്റഡ്. then അടുത്തത് മാനേജ്മെൻറ്റ് ഈസ് യൂണിവേഴ്സൽ. മാനേജ്മെൻറ്റ് ഈസ് നീഡഡ് ഇൻ ഓൾ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സച്ച് ആസ് യൂണിവേഴ്സിറ്റി, ക്ലബ്, ആർമി, ഗവൺമെൻറ്, ബിസിനസ് എക്സെട്ര. then the basic principle of management are applicable in business as well as in other organization. These principles however need careful application depending on situational demand. അപ്പോൾ മാനേജ്മെൻറ്റ് എന്താണ്? മാനേജ്മെൻറ്റ് യൂണിവേഴ്സൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ഓർഗനൈസേഷനും നമ്മൾ ഓൾറെഡി എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? സോഷ്യൽ ഓർഗനൈസേഷൻ ആവാം, കൾച്ചറൽ ഓർഗനൈസേഷൻ ആവാം, ബിസിനസ് ഓർഗനൈസേഷൻ ആവാം, ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആവാം. എവിടെ എന്താണ് മാനേജ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്? സോ ഇപ്പോൾ ഇവിടെ പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി എടുക്കുക, ഒരു ക്ലബ്ബ് എടുക്കുക, ഒരു ആർമി എടുക്കുക, ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ, എവിടെ എന്ത് ഓർഗനൈസേഷൻ ആണെങ്കിലും എന്തുണ്ട്? മാനേജ്മെൻറ്റിൻ്റെ നീഡ് ഉണ്ട്. അപ്പോൾ എന്താണ്? ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ് ആർ ആപ്ലിക്കബിൾ ഇൻ ബിസിനസ് ആസ് വെൽ ആസ് ഇൻ അതർ ഓർഗനൈസേഷൻ. അപ്പോൾ എന്താണ് മാനേജ്മെൻറ്റിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ്? നമ്മൾ പറഞ്ഞു എന്താണ്? വർക്ക് വിത്ത് ആൻഡ് ത്രൂ ദ പീപ്പിൾ ടു അച്ചീവ് ദ ഗോൾസ് ബൈ യൂട്ടിലൈസിങ് ദി റിസോഴ്സസ്. ഓക്കെ, സോ ഇപ്പോൾ പീപ്പിൾ എവിടെ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ഉണ്ടായിരിക്കും, ഗോൾ അച്ചീവ്മെൻറ്റ് അതെല്ലാ ഓർഗനൈസേഷനും എന്തുണ്ടായിരിക്കും? ഒരു സ്പെസിഫൈഡ് ഗോൾ ഉണ്ടായിരിക്കും. എന്താണ്? ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ് ആർ ആപ്ലിക്കബിൾ ഇൻ ബിസിനസ് ആസ് വെൽ ആസ് ഇൻ അതർ ഓർഗനൈസേഷൻ. അപ്പോൾ ഏതൊരു ഓർഗനൈസേഷനിൽ എങ്ങനെയായിരിക്കും? ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യാം? നമുക്ക് ആപ്ലിക്കബിൾ ആണ്. ദീസ് പ്രിൻസിപ്പിൾ ഹവർ നീഡ് കെയർഫുൾ ആപ്ലിക്കേഷൻ ഡിപ്പെൻഡിങ് ഓൺ സിറ്റുവേഷണൽ ഡിമാൻഡ്. അപ്പോൾ സിറ്റുവേഷണൽ ഡിമാൻഡിനനുസരിച്ച് എന്ത് വേണം? ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, മാനേജ്മെൻറ്റ് ഈസ് നീഡ് അറ്റ് ഓൾ ലെവൽ. ഓക്കെ, ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് മാനേജ്മെൻറ്റ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് അപ്ലൈസ് ടു ഓൾ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ദ ലോവസ്റ്റ് ലെവൽ സൂപ്പർവൈസർ ഹാസ് also to perform the function of decision making just like the top level executive. The only difference is the nature of the task of the scope. എന്താണ് മാനേജ്മെൻറ്റ്? എന്താണ്? എല്ലാ ലെവലിലും മാനേജ്മെൻറ്റിൻ്റെ നീഡ് ഉണ്ട്. ഓക്കെ, സോ ഇപ്പോൾ ഇതാണ് എന്ത്? ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഷുഡ് ബി അപ്ലൈസ് ടു ഓൾ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ എന്താണ്? ഒരു ലോവർ ലെവൽ സൂപ്പർവൈസർ എന്ത് ചെയ്യണം? ഹി ഷുഡ് പെർഫോം ദി ഫംഗ്ഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് ജസ്റ്റ് ലൈക്ക് എ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്. അപ്പോൾ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവിനെ പോലെ എന്ത് ചെയ്യേണ്ടി വരും? ഒരു സൂപ്പർവൈസറും എന്ത് ചെയ്യേണ്ടി? ഒരു ലോ ലെവൽ സൂപ്പർവൈസറും ഡിസിഷൻ എടുക്കേണ്ടി വരും. പക്ഷെ എങ്ങനെയായിരിക്കും? അവരുടെ സിറ്റുവേഷൻ വേറെ ആയിരിക്കും. സോ ഇപ്പോൾ നേച്ചർ ആൻഡ് ടാസ്ക് ഓഫ് ദി സ്കോപ്പ് ഓഫ് അതോറിറ്റി അതുപോലെ തന്നെ നേച്ചർ, ടാസ്ക്, ഇതൊക്കെ എന്താ ഉണ്ടാവുള്ളൂ? ഡിഫറെൻ്റ് ആയിരിക്കുള്ളൂ. പക്ഷേ എങ്ങനെയാണ് ഒരു ഹയർ ലെവൽ മാനേജർ ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് എന്ത്? ഒരു ലോ ലെവൽ എംപ്ലോയി ഡിസിഷൻ മേക്ക് ചെയ്യേണ്ടി വരും. Then management is an ongoing process. Management is a distinct activity like teaching, playing. In fact, in face of continual change in environment, technology, competition, new problem come up with displacing the old one. So management must therefore address itself the problem of continuous basis. Hence, the cycle of management is never-ending process and it continues as long as the organization continues to operate. അപ്പോൾ എന്താണ് മാനേജ്മെൻറ്റ്? എന്താണ്? ഒരു പ്ലേയിങ് അല്ലെങ്കിൽ ടീച്ചിങ് പോലെ എന്താണ്? ഇറ്റ്സ് എ ഡിസ്റ്റിങ്ക്റ്റ് ആക്ടിവിറ്റി. ഓക്കെ, ഇതെന്താണ്? ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. സോ ഇപ്പോൾ ഇൻ ഫേസ് ഓഫ് കണ്ടിന്യൂവൽ ചേഞ്ച് ഇൻ എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ അപ്പോൾ മാനേജ്മെൻറ്റിന് എങ്ങനെയായിരിക്കും? എപ്പോഴും
ഒരു കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് എൻവയോൺമെൻറ്റിലായിരിക്കും എന്ത് ചെയ്യേണ്ടത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആയാലും ഏതൊരു ഓർഗനൈസേഷനിലായാലും അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റിന് ഫംഗ്ഷൻ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഇപ്പോൾ ടെക്നോളജി ചേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും, കോമ്പറ്റീഷനിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ പുതിയ പ്രോബ്ലംസ് റൈസ് ചെയ്യുന്നുണ്ടായിരിക്കും, തന്നെ എൻവയോൺമെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം, ഫോർ അഡ്രസ് ഇറ്റ് സെൽഫ് ദ പ്രോബ്ലം ഓൺ എ കണ്ടിന്യൂസ് ബേസിസ്. അപ്പോൾ ഏതൊരു പ്രോബ്ലത്തിനെ കണ്ടിന്യൂസ് ബേസിസിൽ എന്ത് ചെയ്യണം, ഇത് അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. ദ സൈക്കിൾ ഓഫ് മാനേജ്മെൻറ്റ് ഈസ് നെവർ എൻഡിങ് പ്രോസസ് ആൻഡ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ആസ് ലോങ് ആസ് ദി ഓർഗനൈസേഷൻ കണ്ടിന്യൂ ടു ഓപ്പറേറ്റ്. ഒരു ഓർഗനൈസേഷൻ എത്രത്തോളം കാലം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ അത്രയും കാലം കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ വേരിയിങ് എൻവയോൺമെൻറ്റിൽ ഓരോ ചേഞ്ചിനെ അഡ്രസ് ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാനേജ്മെൻറ്റ് മുന്നോട്ട് പോകാൻ വേണ്ടി. സോ ഇപ്പോൾ എന്താണ്, ഇറ്റ്സ് എൻ ഓൺഗോയിങ് പ്രോസസ്. ഓക്കെ, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഡിഫൈൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ഫോർകാസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണം, ഇറ്റ് ഷുഡ് ബി continually changing. Then management is dynamic. The management is a dynamic and growth-oriented function. It tries to visualize problem before they turn into emergency and task suitable steps. It tries to adapt itself to environment changes quickly. മാനേജ്മെൻറ്റിൻ്റെ നേച്ചറാണ് പറയുന്നത്. സോ ഇറ്റ്സ് എൻ ഡൈനാമിക് ആണെന്ന് പറയുന്നത്. ഓക്കെ, മാനേജ്മെൻറ്റ് ഈസ് ഡൈനാമിക് ആൻഡ് ഗ്രോത്ത് ഓറിയൻറ്റഡ് ഫംഗ്ഷൻ. Then it tries to visualize the problem before they turn into emergency and take suitable steps. Then it tries to adapt itself to the environmental changes quickly. Okay, അപ്പോൾ എന്താ പറയുന്നത്, മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും, ഫോർസ് ചെയ്യും, അതായത് വരാൻ പോകുന്ന പ്രോബ്ലംസിനൊക്കെ എന്ത് ചെയ്യും, ഒരു വിഷ്വലൈസ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള സ്യൂട്ടബിൾ സ്റ്റെപ്സ് ടേക്കൺ ചെയ്യും. ദെൻ ഇറ്റ് ട്രൈസ് ടു അഡാപ്റ്റ് ഇറ്റ് സെൽഫ് ടു എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് ക്വിക്കലി. അതേപോലെ തന്നെ എന്താണ്, വെരിങ് എൻവയോൺമെൻറ്റിനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ management is a group activity. Management is concerned with getting things done through people. People join groups in order to achieve their results collectively. Management helps people in realizing individual as well as group goals in coordinated way. So ഇപ്പോൾ എന്താണ്, ഇറ്റ്സ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഇറ്റ്സ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, വർക്കിംഗ് വിത്ത് അല്ലെങ്കിൽ എന്താണ്, വർക്ക് ഡൺ ബൈ ദ പീപ്പിൾ ആണ്. അതേപോലെ തന്നെയാണ് എന്താണ്, വർക്ക് വിത്ത് ദ പീപ്പിൾ ആൻഡ് വർക്ക് ത്രൂ ദ പീപ്പിൾ. ഓക്കെ, മാനേജ്മെൻറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. സോ എന്താണ്, people join group in order to achieve results collectively. സോ എന്താണ്, കളക്റ്റീവ്ലി റിസൾട്ട്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പീപ്പിൾസ് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് എടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, അവരുടെ ഓരോ ആൾക്കാർക്ക് ഓരോ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. സോ അപ്പോൾ എന്താണ്, കളക്റ്റീവായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഓരോരുത്തരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, മാനേജ്മെൻറ്റ് ഹാസ് help in realizing and individuals as well as group goals in a coordinated way. സോ അപ്പോൾ എന്താണ്, ഈ ഒരു ഗ്രൂപ്പിനെ നമ്മൾ എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഓരോ ഇൻഡിവിജ്വൽ അതുപോലെ തന്നെ ഗ്രൂപ്പ് ഗോൾസ് റിയലൈസ് ചെയ്യുക, അതേപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. സോ എന്താ, മാനേജ്മെൻറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അതോറിറ്റി. മാനേജ്മെൻറ്റ് ഈസ് സപ്പോസ് ടു ഗെറ്റ് തിങ്സ് ഡൺ റദർ ദാൻ ഡൂയിങ് തിങ്സ് ഹിംസെൽഫ് ബൈ യൂസിങ് അതോറിറ്റി. അപ്പോൾ എന്താണ്, ഓൾറെഡി പറഞ്ഞു, വർക്ക് ഡൺ ബൈ ദ പീപ്പിൾ, അതായത് മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കലാണ് എന്ത്, മാനേജ്മെൻറ്റ്, അതായത് സ്വയം ചെയ്യുന്നതിനേക്കാൾ. ഓക്കെ, സോ എന്താണ്, അതോറിറ്റി ആവശ്യമുണ്ട്. സോ മാനേജ്മെൻറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അതോറിറ്റി. ദ അതോറിറ്റി ഈസ് ദ റൈറ്റ് ടു ഗിവ് ഓർഡർ to the subordinates, right to make decisions and a right to control subordinates. അപ്പോൾ എന്താണ്, അത് എന്തൊക്കെ റൈറ്റ് കൊടുക്കുന്നുണ്ട് മാനേജ്മെൻറ്റിന്, അല്ലെങ്കിൽ അതോറിറ്റി ഈസ് എ റൈറ്റ് ടു ഗിവ് ഓർഡേഴ്സ് ആൻഡ് ഓർഡേഴ്സ് സബോർഡിനേറ്റ്സിന് ഓർഡേഴ്സ് കൊടുക്കാനുള്ള റൈറ്റ്, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിനുള്ള റൈറ്റ്, അതുപോലെ തന്നെ സബോർഡിനേറ്റ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. സോ അപ്പോൾ എന്താണ്, ഇൻ ദിസ് സെൻസ് ദ മാനേജ്മെൻറ്റ് മേ ബി അണ്ടർസ്റ്റുഡ് ആസ് എ റോൾ മേക്കിംഗ് ആൻഡ് റോൾ എൻഫോഴ്സിംഗ് ബോഡി ഇൻ ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ എന്താണ്, മാനേജ്മെൻറ്റ് ഒരു ഓർഗനൈസേഷനകത്ത് എന്താണ്, റോൾ മേക്കിംഗ് ദെൻ റോൾ എൻഫോഴ്സിംഗ് ബോഡിയാണ്. ഓക്കെ, the management is a multidisciplinary. Management has received a rich contribution from various disciplines like psychology, sociology, then anthropology, study of human beings and human society. The insights obtained from these disciplines greatly help managers in understanding human minds much better. Okay, എന്താണ്, ഹ്യൂമൻസ് ഓൾറെഡി പറഞ്ഞു, ഹ്യൂമൻ ബിഹേവിയർ എന്താണ്, വാരിയിങ് ആയിരിക്കും, വി കനോട്ട് പ്രെഡിക്റ്റ് ദം. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് എക്സാക്ട് സയൻസ് എന്ന് പറയാൻ പറ്റും. സോ ഇപ്പോൾ എന്താണ്, മാനേജ്മെൻറ്റ് റിസീവ് എന്താണ്, സൈക്കോളജി, സോഷ്യോളജി, ആന്ത്രോപോളജി. അപ്പോൾ എന്താണ്, ഹ്യൂമൻ സ്റ്റഡീസിനെ കുറിച്ചിട്ടുള്ള സബ്ജക്ട്സ് ആണ് ഇതല്ലേ. ഇതൊക്കെ എന്താണ്, ഇതിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, മാനേജ്മെൻറ്റ് സ്വീകരിച്ചിട്ടുണ്ട്. ദെൻ ദ ഇൻസൈറ്റ് ഒബ്റ്റെയിൻ ഫ്രം ദീസ് ഡിസിപ്ലിനറി ഗ്രേറ്റ് ഹെൽപ്പ് മാനേജേഴ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ മൈൻഡ്സ് ആൻഡ് മച്ച് ബെറ്റർ. അപ്പോൾ എന്താണ്, ഒരു മെഷീനെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അതിന് വേണ്ടുന്ന പവർ ഇൻപുട്ട് അതുപോലെ തന്നെ ഫംഗ്ഷൻ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും. പക്ഷേ ഹ്യൂമൺ അങ്ങനെയല്ല. ഹ്യൂമണിനെ നമ്മൾ എന്ത് ചെയ്യണം, സോ എമ്പത്തറ്റിക്കലി വേണം അവരെ എന്ത് ചെയ്യാൻ വേണ്ടി, ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസിപ്ലിനൊക്കെ ഇതിൽ നിന്നുള്ള നോളജൊക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാനേജേഴ്സ് വർക്ക് ചെയ്യേണ്ടത്. സോ എന്താണ്, അല്ലെങ്കിൽ ഹ്യൂമൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. ദെൻ മാനേജ്മെൻറ്റ് ഈസ് എ കോമ്പോസിറ്റ് പ്രോസസ്. മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് സർവീസ് സീരീസ് ഓഫ് ഫംഗ്ഷൻ വിച്ച് മസ്റ്റ് ബി പെർഫോംഡ് ഇൻ എ പ്രോപ്പർ സീക്വൻസ്. ദീസ് ഫംഗ്ഷൻ ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ, ദേ ആർ ഇന്റർഡിപെൻഡൻറ്റ് ഓൺ ഈച്ച് അതർ. ആസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് ആർ പ്ലാനിംഗ്, organizing, staffing, directing, controlling. Organizing cannot be done without doing planning. Similarly, directing function cannot be executed without staffing and planning, and it is difficult to control activities of employee without knowing the plan. Okay, management എന്താണ്, it's a composite process. എന്താണ്, മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് എന്താണ്, സീരീസ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്താണ്, ഒരു പ്രോപ്പർ സീക്വൻസിൽ ചെയ്യേണ്ടുന്ന സീരീസ് ഓഫ് ഫംഗ്ഷനാണ് എന്ത് ചെയ്യുക, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ മാനേജ്മെൻറ്റ് എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല,
ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. എന്താണ്, എല്ലാം ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്. സോ ഇപ്പം മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞു പ്ലാൻ ചെയ്യണം, അതേപോലെ തന്നെ എന്താണ് ഓർഗനൈസ് ചെയ്യണം, സ്റ്റാഫിങ്, ദെൻ ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. അപ്പോൾ പ്ലാൻ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഫംഗ്ഷനിങ്, ഓർഗനൈസേഷൻ്റെ ഫംഗ്ഷനിങ്, ദെൻ അതിനെ ഓർഗനൈസ് ചെയ്യണം, ദെൻ അതിന് വേണ്ടുന്ന എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യുക, അലോക്കേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ അടുത്ത എന്താണ് അവരെ കൺട്രോൾ ചെയ്യണം, ദെൻ ഓർഗനൈസേഷൻ. സോ ഇപ്പോൾ ഓർഗനൈസിങ് കനോട്ട് ബി ഡൺ വിത്തൗട്ട് ഡൂയിങ് പ്ലാനിങ്. അപ്പോൾ എന്താണ് പ്ലാനിങ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓർഗനൈസ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ കനോട്ട് ബി എക്സിക്യൂട്ടഡ് വിത്തൗട്ട് സ്റ്റാഫിംഗ് ആൻഡ് പ്ലാനിങ്. അപ്പോൾ നമുക്ക് എന്താണ് സ്റ്റാഫ് നമുക്ക് ഡയറക്റ്റ് ചെയ്യണം നമ്മൾ പറയുന്നത്. അപ്പോൾ അതായത് സ്റ്റാഫിനെയാണ് എന്ത് ചെയ്യേണ്ടത്, ഡയറക്റ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമുക്കൊരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, സ്റ്റാഫ്സിൻ്റെ ആവശ്യമുള്ളത്. ഓക്കെ, അപ്പോൾ സ്റ്റാഫ്സ് ഉണ്ടെങ്കിലും അതേപോലെ തന്നെ പ്ലാൻ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡയറക്റ്റിംഗ് പറ്റുള്ളൂ. ദെൻ അതേപോലെ തന്നെ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കൺട്രോൾ ആക്ടിവിറ്റീസ് ഓഫ് എംപ്ലോയി വിത്തൗട്ട് നോയിങ് ദ പ്ലാൻ. അതേപോലെ തന്നെ എന്താണ് എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻസിനെ കുറിച്ച് പ്രയോർ നോളജ് ഉണ്ടായിരിക്കണം. സോ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ബാക്കി ഒരുപാട് എന്ത് ചെയ്യുന്നു ടോപ്പിക്സ് ഇതിനകത്തുണ്ട്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യാൻ മറക്കാതെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.